മാസങ്ങളായി സംഘർഷം പുകയുന്ന പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴി തുറന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനുള്ള അന്തിമ ധാരണയിലേക്ക് ഇറാനും ഒമാനും. പേർഷ്യൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ പാത ഇറാന്റെയും പുറത്തേക്കുള്ള പാത ഒമാന്റെയും നിയന്ത്രണത്തിലാക്കുന്ന കരാറാണ് അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ജൂൺ 17-ന് പ്രാബല്യത്തിൽ വന്ന US-ഇറാൻ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കപ്പെടാനും 5 മാസമായി തുടരുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് വിരാമമാകാനും സാധ്യത തെളിഞ്ഞു. ഹോർമൂസ് തുറക്കുന്നതിനുള്ള കരാർ ഉടനുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. വിഷയത്തിൽ US ഭരണകൂടം നിലപാടുകളിൽ അയവ് വരുത്തിയെന്നാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ തങ്ങൾക്കെതിരെ വീണ്ടും സൈനിക നീക്കത്തിന് മുതിർന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് കടുത്ത പ്രതികാര നടപടികളിലേക്ക് കടക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണ ഭീഷണിക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഹോർമൂസ് അടച്ചതിനു പിന്നാലെ ബാബുൽ മൻദിബിൽ ഉപരോധം പ്രഖ്യാപിച്ച ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ സൗദിയുടെ വഫ എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച സ്ഫോടനത്തിൽ തകർന്ന ഇന്ത്യൻ ചരക്കു കപ്പലിൽ നിന്ന് 13 ഇന്ത്യക്കാരുൾപ്പെടെയുള്ള നാവികരെ യമൻ തീരസേന സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ കൊണ്ടിടിച്ചാണ് കപ്പൽ മുക്കിയതെങ്കിലും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഒന്നുകിൽ കരാർ അല്ലെങ്കിൽ പൂർണ്ണമായ കീഴടങ്ങൽ. ഇറാൻ നേതൃത്വത്തിന് മുന്നിൽ നിലപാട് വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപിന്റെ അന്ത്യശാസനം. അമേരിക്കയുമായി ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും ഒമാനുമായി മാത്രമാണ് ആശയവിനിമയമെന്നുള്ള ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അമേരിക്കയുമായി ചർച്ചകൾക്കായി ഇറാൻ അപേക്ഷിച്ചിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ തന്നെ സമീപിച്ചെന്നും ചർച്ചകൾ ആരംഭിക്കുകയും തുടർ കൂടിക്കാഴ്ചകൾ നിശ്ചയിക്കുകയും ചെയ്ത ശേഷമാണ് പൊതുവേദിയിൽ അമേരിക്കയുമായി ചർച്ചകളില്ലെന്നും ഒമാനുമായാണ് സംസാരിക്കുന്നതെന്നുള്ള അവകാശവാദം ഉയർത്തുന്നതെന്ന് ട്രംപ് വിമർശിച്ചു. അതേസമയം ഇറാൻ ഇരട്ടത്താപ്പ് കാണിക്കുന്നവരാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിൽ തങ്ങൾക്ക് ആധിപത്യമുണ്ടെന്ന ഇറാന്റെ അവകാശവാദവും ട്രംപ് തള്ളിക്കളഞ്ഞു. അമേരിക്കൻ നാവികസേനയുടെ ശക്തമായ സാന്നിധ്യവും സുരക്ഷാ വിന്യാസവും കാരണം ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം നിലവിൽ അമേരിക്കയുടെ കൈകളിലാണെന്ന് അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു. എന്തായാലും യുദ്ധകലുഷിതമാകുന്ന പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. പലതരത്തിലുമുള്ള ചർച്ചകളും ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഇതൊന്നും ഒരു നീക്കുപോക്കുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് എന്ന് വേണം പറയാൻ.